ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലി വ്ലോഗ് കോട്ടയം ടു കണ്ണൂരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ഒരു വ്ലോഗാണ്, നമ്മുടെ സെക്കൻഡ് വ്ലോഗാണ് ഇത് കേട്ടോ. ആദ്യത്തെ വ്ലോഗ് അത്ര റേറ്റിംഗ് ആയില്ല, അപ്പം നമ്മൾ സെക്കൻഡ് വ്ലോഗാണ് ചെയ്യുന്നത്. നമ്മളിന്ന് ചെറിയൊരു പർച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഓൺ വോയിസാണ് ചെയ്തത്, പക്ഷേങ്കിൽ കുട്ടിയുടെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ വയ്യാഞ്ഞിട്ട് ഞാനത് സൈലൻ്റ് ആക്കിയതാണ്. ഓണമൊക്കെ വരാൻ പോകുന്നത്, അപ്പോൾ ചെറിയൊരു പർച്ചേഴ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തുന്നതും കാണിക്കുന്നതും. നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണമാണ് ശങ്കരൻ്റെയും അതുപോലെ നമ്മുടെ കനിമോളുടെയും. അപ്പോൾ പിള്ളേർക്കെല്ലാം ഡ്രസ്സ് എടുക്കണം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഈ ഒരു ട്രൗസറും ആ ഒരു ടീഷർട്ടും മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നമ്മൾ വണ്ടി വിളിച്ച് പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ വണ്ടിയെല്ലാം ഓട്ടമാണ്. നമുക്ക് കുറച്ച് പേരുടെ നമ്പറൊക്കെ അറിയാം. അതിൽ വിളിച്ചപ്പോഴത്തേക്ക് എല്ലാം ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ കിച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് പോയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വേണ്ടതും ഉണ്ടായിരുന്നു. ഏതായാലും ഇറങ്ങിയതല്ലേ. അപ്പം നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയിൽ കുറേ നാളായിരുന്നു പോയിട്ട്. അപ്പം ഞാനും അമ്മയും കുഞ്ഞിനെയും കൂട്ടി അവിടേക്ക് ഒന്ന് പോയി മെഴുകുതിരിയെല്ലാം കത്തിച്ചു. പിന്നെ കുട്ടി കരയുന്ന കാരണം കുറേ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനൊന്ന് വന്ന് കുളിച്ചു. കാരണം ഭയങ്കര തലവേദനയായിരുന്നു, ഭയങ്കര വെയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സുകളെല്ലാം കാണിച്ചു തരാം. നമ്മുടെ ശങ്കരനെടുത്ത് ഈ ഒരു കുപ്പായമാണ്, വള്ളിയൊക്കെ വരുന്നത്. ടീഷർട്ടും ഉണ്ട്, അതിൻ്റെ കൂടെ ചെറിയൊരു കുഞ്ഞ് തൊപ്പിയും എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കനിമോക്കും ഇതേ സെയിം കളർ തന്നെയാണ് എടുത്തത്. ഓണത്തിന് രണ്ടുപേരും ഒരുപോലെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ഓണമല്ലേ, അപ്പോൾ അങ്ങനെ കനിമോക്കും ഇതേപോലെ എടുത്തു. പിന്നെ നമ്മുടെ കിച്ചുക്കുട്ടൻ എടുത്തേക്കുന്നത് ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറ് ട്രൗസറുമാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾ 3 പേരും ഒരേപോലത്തെ കളറായില്ലേ, അങ്ങനെയാണ് എടുത്തത്. പിന്നെ ഇതേപോലെ ഒരു ഗ്രീൻ കളറിലെ ഒരു ടോപ്പ് എടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കളർ കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കളറല്ല, നല്ലൊരു പച്ച കളറാണ്. അതേപോലെ തന്നെ കരിനീല കളറാണ് അനിയത്തിക്കും എടുത്തത്. ഇതിനെന്തോ 600 സംതിങ് ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ്. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു മാക്സി, അതെ നമ്മുടെ നൈറ്റി ഫ്രോക്ക് മാക്സി ഇല്ല, അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. കുറേ കടകളിലൊക്കെ അന്വേഷിച്ച് കിട്ടിയതാണ്. നമ്മളൊരു ഷെൽഫ് എടുത്തിട്ടുണ്ടായിരുന്നു, ഓൺ ഓഫറിൽ വന്നാണ്. 5,500 ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം ചെറിയൊരു അലമാരയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞൊരു ഷെൽഫാണ് ഈ ഒരു ഷെൽഫ്. അത് വലിയ പൊക്കമൊന്നുമില്ല, ചെറിയ പൊക്കത്തിലൊക്കെ കിട്ടിയ ഒരു അടിപൊളി ഷെൽഫാണ്. നേരത്തെ എനിക്ക് കിച്ചുകൂട്ടം വരാറായി. ഞാൻ പിന്നെ പഴമൊക്കെ നെയ്ക്കകത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പുവടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പപ്സും അങ്ങനെയുള്ളതൊക്കെ. ശങ്കരൻ എന്താ പരിപ്പുവട വെറുതെ കയ്യിൽ കൊടുത്തതാണ്. കുഞ്ഞ് കടിച്ച് തിന്നൊന്നുമില്ല. കിച്ചു കഴിക്കുന്നത് കാണുമ്പോൾ അവനൊരാഗ്രഹം, അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിന് കറിയാക്കണം. പിന്നെ അമ്മയാണ് എപ്പോഴും പലഹാരങ്ങൾ ഉണ്ടാക്കി തരാറ്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ബജിമുളകും മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ബജിയാക്കി. നമ്മൾ വിറകടുപ്പയിലാണ് ബജി ആക്കിയത്. അമ്മ എനിക്ക് കത്തിച്ചെല്ലാം തന്നു, ഞാനാണ് ബജി ആക്കിയത്. അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ബജിമുളക് അച്ഛനാക്കി കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളി ബജിമുളകും ചായയെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.